കഴിഞ്ഞ ദിവസം ഏറെ വൈറലായ ഒരു വീഡിയോ ആയിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഉക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയും തമ്മിൽ നേരിട്ട് വാക്ക് തർക്കം നടത്തുന്ന ദൃശ്യം. Don't tell us what we're going to feel. We're trying to solve a problem. Don't tell us what we're going to feel. I'm not telling you. Because you're in no position to dictate that. Remember this. You're in no position to dictate what we're going to feel. ഇരുവരും തമ്മിലുള്ള പോര് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പോരിലേക്കാണ് എത്തിച്ചത്. അമേരിക്കയുടെ വാക്കും കേട്ട് റഷ്യക്കെതിരെ യുദ്ധത്തിന് പോയ ഉക്രൈൻ ഇപ്പോൾ ചെകുത്താനും കടലിനും ഇടയിലായ അവസ്ഥയിലാണ്. അമേരിക്കയുടെ സഹായത്തോടെ യുദ്ധം ചെയ്തു വന്നിരുന്ന ഉക്രൈന് ഇനി ആയുധങ്ങൾ നൽകില്ല എന്നാണ് അമേരിക്കയിൽ നിന്ന് വരുന്ന പുതിയ തീരുമാനം. യുക്രൈനുള്ള എല്ലാ സൈനിക സഹായങ്ങളും താൽക്കാലികമായി നിർത്തിവെച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. അമേരിക്കയുടെ പിന്തുണയിലോടത്തോളം കാലം സെലൻസ്കി സമാധാനം ആഗ്രഹിക്കുന്നില്ലെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ പോസ്റ്റ് ചെയ്തതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് സൈനിക സഹായം നിർത്തലാക്കാനുള്ള പുതിയ നീക്കമുണ്ടായത്. റഷ്യയുടെ അധിനിവേശത്തെ ചെറുക്കാനുള്ള ഉക്രൈനിൻ്റെ ശ്രമങ്ങൾക്ക് കനത്ത പ്രഹരമേൽപ്പിക്കാൻ സാധ്യതയുള്ള തീരുമാനമാണ് അമേരിക്ക എടുത്തിരിക്കുന്നത്. കോടിക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന ആയുധങ്ങളുടെയും വെടിക്കോപ്പുകളുടെയും കൈമാറ്റം ട്രംപ് താൽക്കാലികമായി നിർത്തിവെക്കുമെന്ന് പേര് വെളിപ്പെടുത്താത്ത ട്രംപ് ഭരണകൂട ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് നിരവധി US മാധ്യമങ്ങൾ തിങ്കളാഴ്ച റിപ്പോർട്ട് ചെയ്തിരുന്നു. ജനുവരിയിൽ ട്രംപ് അധികാരമേറ്റതിനു ശേഷം ഉക്രൈന് ഇതിനകം വാഗ്ദാനം ചെയ്ത $86 ബില്യൺ ഒരു പുതിയ സൈനിക സഹായത്തിനും US കോൺഗ്രസ് അംഗീകാരം നൽകിയിട്ടില്ല എന്നാണെങ്കിലും മുൻ US പ്രസിഡന്റ് ജോ ബൈഡൻ കുറഞ്ഞത് വർഷങ്ങളോളം ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നത് തുടരുന്നതിനുള്ള കൈമാറ്റങ്ങൾക്ക് അംഗീകാരം നൽകിയിട്ടുണ്ടായിരുന്നു. ഇതാണ് ഇപ്പോൾ ട്രംപ് തടഞ്ഞിരിക്കുന്നത്. സെൻറ്റർ ഫോർ സ്ട്രാറ്റജിക് ആൻഡ് ഇൻ്റർനാഷണൽ സ്റ്റഡീസിൻ്റെ വിശകലനം അനുസരിച്ച് 2024 ഉക്രൈന് നൽകിയ $540 മില്യൺ നിന്ന് ഈ വർഷം $920 മില്യൺ പ്രതിമാസ ഡെലിവറികൾ വിതരണം ചെയ്യുന്നതിനുള്ള ഒരുക്കങ്ങൾ അമേരിക്കയിൽ നടക്കുന്നതിനിടെയാണ് ട്രംപിൻ്റെ പുതിയ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ഈ തീരുമാനത്തിൽ ഇതുവരെ പ്രതികരണവുമായി ഉക്രൈൻ എത്തിയിട്ടില്ല. റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് കോപ്പുകൂട്ടിയ അമേരിക്ക ഇപ്പോൾ റഷ്യക്കൊപ്പം കൂടി സമാധാന വാഹകരാകാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഉക്രൈനൊപ്പം നിന്ന് റഷ്യക്കെതിരെ ആഞ്ഞടിക്കാൻ എല്ലാവിധ സഹായവും നൽകിയ അമേരിക്ക ഇപ്പോൾ ഉക്രൈനെ പൂർണ്ണമായും കഴിയൊഴിഞ്ഞ അവസ്ഥയാണുള്ളത്. ഇതോടെ ഫലത്തിൽ റഷ്യക്ക് ഉക്രൈൻ്റെ ഭൂമി പിടിച്ചടക്കാനുള്ള സാഹചര്യം ഒരുങ്ങും. സമാധാനമുണ്ടായാൽ പോലും നിലവിൽ റഷ്യ കൈയടക്കി വെച്ചിട്ടുള്ള ഉക്രൈൻ്റെ 18% ഭൂമി തിരിച്ചു നൽകാതെ സ്വന്തമാക്കാനും സാധിക്കും. അതിന് അമേരിക്ക കൂട്ടുനിൽക്കുകയും ചെയ്യും. അമേരിക്ക ഉക്രൈൻ ബന്ധം വഷളാവാൻ കാരണം ഇരു രാജ്യങ്ങളുടെയും പ്രസിഡന്റുമാർ തമ്മിലുള്ള വൈര്യം തന്നെയാണ്. ട്രംപും സെലൻസ്കിയും തമ്മിൽ സ്വഭാവത്തിൽ ഏറെ സാമ്യതകളുണ്ട്. ആ സാമ്യം തന്നെയാണ് അവരെ പരസ്പരം പോരടിപ്പിക്കുന്നതും. ആർക്കും വഴങ്ങാത്ത, ഒന്നിനെയും കൂസാത്ത ഇവർ തമ്മിലുള്ള തർക്കമാണ് യൂറോപ്പിനെ ഇപ്പോൾ കൂടുതൽ ആശങ്കയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. രണ്ട് രാജ്യത്തലവന്മാർ അടുത്തടുത്തിരുന്ന് പരസ്പരം വാക്കേറ്റം നടത്തുന്ന കാഴ്ച തന്നെ ലോകത്ത് അത്യപൂർവമാണ്. ആ തർക്കമാണ് കൂടുതൽ സങ്കീർണതകളിലേക്ക് ഇപ്പോൾ ഉക്രൈനെ എത്തിക്കുന്നത്.